മൈക്കും കെയ്റ്റും പ്രണയത്തിലാണ്. അവർ അവരുടെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ഒരു വലിയ ടാസ്ക് ഏറ്റെടുക്കുകയാണ്. അതായത് ഫുൾ വെളുത്തൊരു റൂമിൽ അവർ 50 ദിവസം ചിലവഴിക്കണം. അങ്ങനെ ചിലവഴിച്ചാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് 500 കോടി രൂപയാണ്. ഒരു മനഃശാസ്ത്ര പരീക്ഷണത്തിൽ പങ്കുചേരുന്നു അവർ. അങ്ങനെ അവരുടെ ഫോണുകളില്ല, കുടുംബമില്ല. അവർ എങ്ങനെയാണോ 50 ദിവസം കഴിച്ചു കൂട്ടുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ദിവസത്തിൻ്റെ ദൈർഘ്യം കൂടിപ്പോകുന്നത് പോലെ തോന്നാം. പിന്നെ അവിടെ സംഭവിക്കുന്ന നമ്മൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളാണ്. അവർക്ക് 50 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് പ്രവേശിക്കാം. സിനിമയുടെ തുടക്കത്തിൽ മൈക്കും കെയ്റ്റും ഒരു വെളുത്ത വീടിനുള്ളിൽ പ്രവേശിക്കുന്നു. ഇത് കൊള്ളാലോ, നമ്മൾ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു. കാരണം എത്ര മനോഹരമായ വീട്. ദേ നോക്ക്, അവിടെ ഒരു ബട്ടൺ കാണുന്നു, നമുക്കത് അമർത്തി നോക്കാം. അങ്ങനെ മൈക്കും കെയ്റ്റും അവിടെ എത്തുന്നു. മൈക്ക് ആ ബട്ടൺ അമർത്തുന്നു. അവിടെയുള്ള മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇനി 50 ദിവസം ഈ വീട്ടിനുള്ളിൽ താമസിക്കണം. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 500 കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുക. അത് കേട്ട് അവർ ഏറെ സന്തോഷിക്കുന്നു. നമ്മുടെ മൈക്കും കെയ്റ്റുമാകട്ടെ ആ റൂമിനുള്ളിലൂടെ ആകെ ഓടിക്കളിക്കുന്നു. ഈ ടാസ്ക് എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് സിമ്പിളായിരിക്കും. നമ്മൾ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സുഖമുള്ള ഒരു ടാസ്ക് ലഭിച്ചത്. അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ നമ്മുടെ നായികയായ കെയ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞ് അവനൊരു ചുംബനം നൽകുകയാണ്. അങ്ങനെ അവൾ ചോദിക്കുകയാണ്, നമുക്ക് ഇത്രയും മനോഹരമായൊരു അവസരം ഇനി ലഭിക്കില്ലെന്ന്. അവൾ അവനോട് ചോദിക്കുന്നു, നീ കിട്ടുന്ന പണം എന്താണ് ചെയ്യുക എന്ന്. അവൻ പണമോ, അത്ര വലിയ പണമുണ്ടായാൽ അതെന്ത് ചെയ്യണമെന്നതിന് ഒരർത്ഥവുമില്ല, നമുക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയൂ, നീ കാര്യത്തിൽ പറയൂ, നീ എന്താണ് ചെയ്യുക എന്ന്. അപ്പോൾ അവൻ അവിടെ നിന്ന് എണീറ്റുകൊണ്ട് പറയുകയാണ്, പാവപ്പെട്ടവർക്ക് പണം വാരിക്കോരി കൊടുക്കും, ഞാനൊരു ഐലൻഡ് വാങ്ങും, എന്നിട്ട് ഇലൺ മസ്കിൻ്റെ കൂടെ മൂണിലിരുന്നു കൊണ്ട് ഒരു ചായ കുടിക്കും. അങ്ങനെ പല കാര്യങ്ങളും അവന് ഇതെല്ലാം 2 പ്രാവശ്യം എന്നെല്ലാം അവൻ പറയുന്നു. അപ്പോൾ അവളോട് ചോദിക്കുന്നു, നീ എന്ത് ചെയ്യുമെന്ന്. അവൾ പറയുന്നു, ഞാൻ നിക്ഷേപം നടത്തുമെന്ന്. ഇത് കേട്ട് അവർ രണ്ടുപേരും ഏറെ സന്തോഷിച്ച് ചാടിക്കളിക്കുന്നത് കാണാം. കാരണം അവർക്ക് അത്രമേൽ സൗഭാഗ്യം കിട്ടിയെന്നാണ് അവർ കരുതിയത്. വാവ്, കിടക്കാൻ നല്ല അടിപൊളി ബെഡൊക്കെ ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് മൈക്ക് കെയ്റ്റിനോട് പറയുന്നു. അത് അത്ര വേണ്ട എന്ന് അവളും പറയുന്നു. അങ്ങനെ അവർ ബെഡിലൊക്കെ എൻജോയ് ചെയ്ത് അവിടെയുള്ള ബാത്റൂമൊക്കെ നോക്കുന്നു. ബാത്റൂമിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് കയറുമ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഒരാൾക്ക് മാത്രമേ ബാത്റൂമിൽ കയറാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അടിപൊളി ബാത്റൂമൊക്കെ കണ്ട് അവർ ഏറെ സന്തോഷിക്കുന്നു. അതിനിടെ അവൻ അവിടുത്തെ റൂളുകളെല്ലാം വായിച്ചു നോക്കുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം ലഭിക്കുമെന്നും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ ഭക്ഷണത്തിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ വെള്ളൊരു ബോട്ടിലിൽ ഭക്ഷണം എത്തുന്നു. മൈക്ക് പറയുന്നു, ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഒരു മണവുമില്ലാത്ത ഭക്ഷണമാണിത്, അങ്ങനെ ഒരു ഡ്രിങ്കാണ്. അവർ അത് കഴിച്ചതിന് ശേഷം പറയുന്നു, ഡിന്നർ ഇത്രയേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് മികച്ചതാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അവൾ പറയുന്നു, ഈ മണമില്ലാത്തത് തന്നെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന്. അങ്ങനെ രാത്രിയാകുന്നു. 10 മണിക്ക് ലൈറ്റുകളെല്ലാം ഓഫാകുമെന്ന് റൂളിലുണ്ട്. അങ്ങനെ 10 മണിയായി, ലൈറ്റുകളെല്ലാം ഓഫാകുന്നു. രാത്രി അവർ ബെഡിലേക്ക് പോകുന്നു. നമുക്ക് പലതും ചെയ്യണമെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, എനിക്കിവിടെ സേഫാണെന്ന് തോന്നുന്നില്ല, നമ്മളെ ക്യാമറകൾ നിരീക്ഷിക്കും. അങ്ങനെ അവൾ പറയുന്നു, നമുക്ക് പുതപ്പ് മൂടിക്കൊണ്ട് ചെയ്യാമെന്ന്. അങ്ങനെ ആദ്യത്തെ ദിവസം അവർ മനോഹരമാക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡും വരുന്നു. അവൻ ചോദിക്കുന്നു, ഇന്നും ഇത് തന്നെയാണ് ഫുഡെന്ന്. അവൾ അത് കഴിച്ചതിന് ശേഷം പറയും, ഇത് അല്പം മാധുര്യമുള്ളതാണ് എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഉച്ചക്കും ഇത് തന്നെയായിരിക്കുമോ എന്ന്. അവൾ പറയുന്നു, എന്തിനായിരിക്കും അയാൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആര് എന്ന് ചോദിക്കുമ്പോൾ പ്രൊഫസർ ബൊയാൻ എന്ന് പറയുന്നു. പ്രൊഫസർ ബൊയാനാണ് ഈ ടാസ്ക് എല്ലാം സംഘടിപ്പിച്ച് ഇങ്ങോട്ട് കപ്പിൾസിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവൻ ബൊയാൻ്റെ പല കഥകളും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, ബൊയാൻ ഇത്ര ക്രൂരനാണോ എന്ന്, നമ്മളോടും ഈ ടാസ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇല്ല, നമുക്ക് ഈ ടാസ്ക് ഈസി ആയിരിക്കുമെന്ന് നമ്മുടെ മൈക്ക് കെയ്റ്റിനോട് പറയുന്നു. അങ്ങനെ അവൻ മൈക്കാകട്ടെ നമ്മുടെ ടൈം ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഓരോ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന കെയ്റ്റിനോട് പറയുകയാണ്, ഉച്ചയായി, അത് നിർത്തിക്കോ എന്ന്. എന്നിട്ട് കെയ്റ്റിൻ്റെ അടുത്ത് നിന്ന് മൈക്ക് പറയുകയാണ്, ഇത് നമ്മളെ അവർ പൊട്ടന്മാരാക്കുകയാണെങ്കിലോ, 1 മിനിറ്റ് ആകുന്നത് 75 സെക്കൻഡിലധികം ടൈം എടുത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മളോട് 50 ദിവസം എന്ന് പറഞ്ഞ് അത് 75 അല്ലെങ്കിൽ 80 ദിവസമൊക്കെ ആകുമോ എന്ന്
നമ്മുടെ മൈക്ക് കെയ്റ്റിനോട് ചോദിക്കുകയാണ്. മൈക്ക് പറയുകയാണ്, എനിക്കിപ്പോൾ വെള്ള ഇഷ്ടമില്ലാത്ത നിറമായിരിക്കുന്നു. അങ്ങനെ കൈറ്റ് പറയുന്നു, നീ എപ്പോഴും ഇങ്ങനെ അതിലോട്ട് നോക്കി നിൽക്കേണ്ട, അതിലോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ രാത്രിയാകുന്നു. അവർ വീണ്ടും പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു. നമ്മുടെ കൈറ്റ് ആകട്ടെ വളരെ ഡിസിപ്ലിനായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. രാവിലെ മെഡിറ്റേറ്റ് ചെയ്യും, കണ്ണാടിക്ക് മുന്നിലിരുന്നു കൊണ്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ പേര് കാതറിൻ ഫെയ്റ്റ്, ഇന്നെൻ്റെ ദിവസമാണ്, ഞാൻ ഇന്ന് നല്ലത് ചെയ്യുമെന്നൊക്കെ അവൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നു രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവർ ഓരോ കളികൾ കണ്ടുപിടിച്ചു. അവർ ഇരുവരും ഓരോ ഗെയിമുകൾ കളിച്ചുകൊണ്ട് ദിവസങ്ങൾ പതിയെ പതിയെ തള്ളി നീക്കി. ആദ്യ ദിവസങ്ങളെല്ലാം പെട്ടെന്ന് പോയിരുന്നു. പിന്നെ എല്ലാം പതിയെ പതിയാകാൻ തുടങ്ങി. പക്ഷേ അതിനിടയിലും അവർ വെറുതെ ഇരിക്കാൻ സമയം ചിലവഴിച്ചില്ല. അവർ ഓരോ പ്രവൃത്തികളിൽ മുഴുകിക്കൊണ്ട് സമയം വേഗം തന്നെ തള്ളി നീക്കി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ പിന്നിട്ടു. അതിനിടെ നമ്മുടെ മൈക്കിനാകട്ടെ വെറുതെ ഇങ്ങനെ ചടച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു ചെറിയ പ്രാണി. ആ പ്രാണിയെ എടുത്ത് അതിൻ്റെ അടുത്തേക്ക് അവൻ പോകുന്നു. കാരണം പ്രത്യേകിച്ച് മൈക്കിനും കെയ്റ്റിനും വേറൊന്നും അവിടെ ചെയ്യാനില്ല. കാരണം ഇത്രയും ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഭൂരിഭാഗം മടുത്തു കഴിഞ്ഞു. അങ്ങനെ അതിനെ പിടിച്ചുകൊണ്ട് അവൻ പറയുന്നു, നിനക്ക് എങ്ങനെയാണ് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? അതിനൊരു ഹോള് പോലും ഇവിടെയില്ല. ഇവിടേക്ക് വന്നിട്ട് നിനക്ക് തരാനും ഒന്നുമില്ല. ഇവിടെ എല്ലാം വെള്ളയാണ്, അത് കുടിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്ന് അവൻ പറയുകയാണ്. അപ്പം നമ്മുടെ കെയ്റ്റ് പറയുകയാണ്, ഇത് അധിക നേരം ജീവിച്ചു നിൽക്കാൻ സാധ്യതയില്ലെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ലഭിച്ച ഫുഡിൻ്റെ പാനീയത്തിൽ നിന്ന് അല്പം അതിനെ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, മത്സരാർത്ഥികൾക്കുള്ളത് മാത്രമാണ് ഫുഡെന്ന്. ഇത് കേട്ട് അവന് ദേഷ്യം വരുന്നു. അവൻ പറയുന്നു, ഈ ചെറു പ്രാണികളോട് പോലും ഇവർ ക്രൂരത ചെയ്യുന്നു. അങ്ങനെ അവൻ ആ സ്പീക്കറിൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നു, ഇതിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? വാതിൽ തുറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ കെയ്റ്റ് ആകട്ടെ പറയുകയാണ്, അങ്ങനെ നമ്മൾ ചോദിച്ചതിന് അവർ മറുപടി പറയില്ലെന്ന്. അങ്ങനെ അവൻ ബട്ടൺ അമർത്താൻ പോകുമ്പോൾ കെയ്റ്റ് പറയുന്നു, നീ ബട്ടൺ അമർത്തിയാൽ നമ്മൾ ഇത്രയും ദിവസം ചിലവഴിച്ചത് വെറുതെയാകും. പ്ലീസ് മൈക്ക്, അത് ബട്ടൺ അമർത്തരുത് എന്ന് അപേക്ഷിച്ച് പറയുകയാണ്. അങ്ങനെ അവൻ പറഞ്ഞു, ഞാൻ പുറത്ത് പോകില്ല, ഇതിനെ മാത്രം നമുക്ക് പുറത്താക്കാമെന്ന്. അപ്പോൾ നമ്മുടെ കെയ്റ്റ് പറയുകയാണ്, നീ അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ പണം നഷ്ടമാകുമെന്ന്. ഉടനെ തന്നെ സ്പീക്കറിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിജയിച്ചാൽ $50 മില്യൺ ലഭിക്കും. ഒരാൾ പുറത്തിറങ്ങിയാലോ വാതിൽ തുറന്നാലോ അത് $10 മില്യൺ മാറുമെന്ന്. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച മൈക്കാകട്ടെ ആ പ്രാണിയെ നിലത്ത് വെച്ചുകൊണ്ട് അവളുമായി തർക്കിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നു. അങ്ങനെ നമ്മുടെ കൈറ്റ് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നതിനിടെ അവൾ അറിയാതെ ആ പ്രാണിയെ ചവിട്ടുന്നു. അത് ചത്തുപോകുന്നു. ഇത് കണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന മൈക്കിനെ കാണാം. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ മൈക്ക് പറയുകയാണ് കെയ്റ്റിനോട്, എല്ലാവർക്കും 2 ട്രീറ്റ് എടുക്കാമെന്ന് റൂളിലുണ്ടല്ലോ, നമുക്ക് അത് എടുത്തു നോക്കിയാലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കെയ്റ്റ് പറയുന്നു, ഞാനും അത് വായിച്ചതാണ്, പക്ഷേ ഒരു ട്രീറ്റ് എടുക്കണമെങ്കിൽ $1 മില്യൺ അതുകൊണ്ട് അതിപ്പോൾ വേണ്ട എന്ന് അവൾ അപേക്ഷിച്ചു പറയുന്നു. പക്ഷേ അവൻ പറയുന്നു, നമ്മൾക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ് എടുത്താൽ അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ഊർജ്ജമേകുമെന്നും. അങ്ങനെ അവൾ അവനോട് യാചിക്കുന്നു, ഞാൻ ഒന്ന് എടുക്കട്ടെ എന്ന്. അവൾ നോ പറയുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ മൈക്കാകട്ടെ ഒരു ട്രീറ്റ് എടുക്കുകയാണ്. ട്രീറ്റ് ലഭിച്ചതാകട്ടെ ഒരു മെഴുകു കളർ, ഒരു ഗ്രീൻ നിറത്തിലുള്ള മെഴുകു കളർ. അതുകൊണ്ട് അവൻ അവിടെയുള്ള ചിത്രങ്ങളെല്ലാം, ചുമരുകളിലെല്ലാം പച്ച നിറത്തിലുള്ള പല ചിത്രങ്ങളും വരയ്ക്കുന്നു. അതിലൊരു സ്ത്രീ രൂപമുണ്ടായിരുന്നു. അവൾ ചോദിക്കുന്നു, നീ എൻ്റെ രൂപം വരയ്ക്കുമോ എന്ന്. അപ്പോൾ അവൻ തീർച്ചയായും എന്ന് പറയുന്നു. അങ്ങനെ കെയ്റ്റ് പറയുന്നു, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന്. അങ്ങനെ മൈക്ക് അവളെ ഇരുത്തുന്നു. അങ്ങനെ മൈക്ക് വരയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ കെയ്റ്റ് ചോദിക്കുന്നു, നീ എൻ്റെ ശരിക്കുമുള്ള ചിത്രമാണോ വരയ്ക്കുന്നത് എന്ന്. അപ്പോൾ മൈക്ക് പറയുന്നു, എൻ്റെ വ്യക്തിഗതത്തിലുള്ള ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നതെന്ന്. അത് അവൾക്ക് തീരെ പറ്റിയിട്ടില്ല. അവൾ പറഞ്ഞു, ശരിക്കുമുള്ള ഫോട്ടോ വരച്ചാൽ പോരെ എന്ന്. അപ്പോൾ മൈക്ക് പറയുകയാണ്, അത് നീ കണ്ണാടിയിൽ പോയി നോക്കിയാൽ പോരെ, എന്തിനാണ് പിന്നെ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതെന്ന്. അങ്ങനെ രണ്ടുപേരും പറഞ്ഞ് പ്രശ്നങ്ങളിലെത്തുന്നു. അങ്ങനെ ചിത്രം വരയ്ക്കാതെ ചുമരുകളിൽ മൈക്ക് മറ്റത് പലതും വരയ്ക്കുന്നു. അത് കണ്ട് ദേഷ്യം പിടിച്ച് നമ്മുടെ കെയ്റ്റാകട്ടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ക്രയോൺ കൊണ്ട് ചിത്രമൊക്കെ വരച്ച് മൈക്ക് അവിടെ ആകെ നാശമാക്കിയിരുന്നു. അവിടെയുള്ള ബാത്റൂമിലും തോർത്തിലുമെല്ലാം അവൻ ആ കളറാക്കിയിരുന്നു. അതെല്ലാം വൃത്തിയാക്കുകയായിരുന്നു കെയ്റ്റ്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മാറിയപ്പോൾ അവൾ തന്നെ അവൻ്റെ അടുത്ത് വന്ന് സോറി പറയുന്നു. അങ്ങനെ ഇരുവരും പിന്നെയും പ്രശ്നം സോൾവ് ചെയ്യുന്നു.
വീണ്ടും മികച്ച രീതിയിൽ തന്നെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. അവൾ അവനോട് പറയുന്നു, ഇത് നമ്മൾ കരുതിയതുപോലെയൊന്നുമല്ല, ഒട്ടും എളുപ്പമല്ല. ഇത് നമുക്കൊരു ട്രാപ്പായി തന്നെ തോന്നുന്നു. കാരണം ഇനി 20 ദിവസം കൂടിയേ ഉള്ളൂ. അത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ എങ്ങനെയായാലും അത് വിജയിക്കണം. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനിടെ ഒരു ദിവസം അവൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൾ വിളിക്കുന്നു, മൈക്കിൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മൈക്കിനെ വിളിക്കുന്നു. അവർ ബാത്റൂമിൽ കണ്ടത് ഒരു തോക്കാണ്. ഇതാരവിടെ കൊണ്ടുവച്ചോ എന്നൊന്നും അവർക്കൊരു ഐഡിയയുമില്ല. അങ്ങനെ അത് കണ്ടവർ ഞെട്ടുന്നു. അവർ പറയുന്നു, ഈ തോക്ക് നമുക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാമെന്ന്. പക്ഷേ അവിടെ നിന്ന് സ്പീക്കറിലൂടെ വിളിച്ചു പറയുന്നു, അത് എവിടെയും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ അവർ അത് അവരുടെ ബെഡിൻ്റെ ചുവട്ടിലേക്ക് എറിയുന്നു. അങ്ങനെ മറ്റൊരു ദിവസം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനൊരു അവസരമെന്ന് പറഞ്ഞ് കണക്റ്റ് എന്ന രീതിയിൽ ഗെയിമിൽ ഒരു സംഭവം വരുന്നു. അങ്ങനെ ഇരുവരെയും കണക്റ്റ് ചെയ്യാൻ പോകുന്നു. ആദ്യം നമ്മുടെ മൈക്കിനെ കണക്റ്റ് ചെയ്തത് അവൻ്റെ മുമ്പത്തെ ഒരു ഫ്രണ്ടായിരുന്നു. അവൾ ഒരുപാട് കാര്യങ്ങൾ അവനോട് പറയുന്നു. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിലുള്ളവർ നിന്നെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ നിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയാണോ? അവൾക്കൊപ്പം നിനക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതാണെങ്കിൽ നമ്മുടെ കെയ്റ്റിനാകട്ടെ ദേഷ്യം വരുന്നു ഇത് കേട്ടുകൊണ്ട്. എല്ലാം കണ്ട് ഏറെ നിരാശയോടെ നിൽക്കുന്ന കെയ്റ്റിനെ കാണാം. ഫ്രണ്ടിൻ്റെ വാക്കുകൾ കേട്ട് തലകുനിച്ച് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും നിൽക്കുന്ന കെയ്റ്റിനെ കാണാം. എന്നാൽ നമ്മുടെ അപ്പുറത്തുള്ള നമ്മുടെ മെയ്ക്കാകട്ടെ അവളെ കണ്ടതിലേറെ സന്തോഷവാനുമാണ്. എന്നാൽ കണക്റ്റിൽ അടുത്ത അവസരം കെയ്റ്റിനായിരുന്നു. ആ അവസരം കേട്ടയുടനെ തന്നെ കെയ്റ്റ് ഓടി ഒളിക്കുന്നു. എനിക്ക് വേണ്ട, എനിക്കിതിനെക്കുറിച്ച് കേൾക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ വേഗം ഓടുന്നു. കാരണം അവൾ ഒട്ടും ഇഷ്ടമില്ലാത്ത, അവൾ കേൾക്കാൻ ഒരിക്കലും കൊതിക്കാത്ത അവളുടെ അച്ഛൻ്റെ വാക്കുകളായിരുന്നു അത്. പെട്ടെന്ന് തന്നെ അവൾ വേഗം ഓടി ഒരു മൂലയിൽ ഒളിക്കുന്നു. എന്നിട്ട് അവൾ പൊട്ടിക്കരയുന്നു. നമ്മുടെ മൈക്കാകട്ടെ അവളെ ആശ്വസിപ്പിക്കുന്നു. ഇത് ഗെയിമിൻ്റെ ഒരു തന്ത്രമായിരുന്നു, നമ്മളെ മാനസികമായി തളർത്തുക എന്നുള്ളതാണ് എന്നെല്ലാം കെയ്റ്റ് മൈക്കിനോട് പറയുന്നു. നമ്മുടെ മൈക്കാകട്ടെ മാനസികമായും ഏറെ തകർന്നിരിക്കുകയാണ്. കാരണം ഒന്നും ചെയ്യാനില്ല, ഈ വൈറ്റ് ഹൗസ് കണ്ടു മടുത്തു. അതുപോലെ തന്നെയാണ് കെയ്റ്റിൻ്റെയും അവസ്ഥ. അവൾ ആ അച്ഛനോടുള്ള സംഭാഷണത്തിന് ശേഷം ഏറെ തകർന്നിരിക്കുകയാണ്. കെയ്റ്റാണെങ്കിൽ ഇപ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഇത് മൈക്കിനെ ഏറെ സങ്കടപ്പെടുത്തുന്നു. അങ്ങനെ വീണ്ടും രാത്രിയായി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വീണ്ടും നമ്മുടെ മൈക്ക് എഴുന്നേൽക്കുന്നു. രാവിലെ തന്നെ തകർന്നിരിക്കുന്ന കെയ്റ്റിനോട് നമ്മുടെ മൈക്ക് പറയുകയാണ്, കെയ്റ്റ്, നീ ഒരു ട്രീറ്റ് എടുക്ക്, നിനക്ക് ആശ്വാസമായിരിക്കും. ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുന്ന 18 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അത് വലിയൊരു കാലയളവ് തന്നെയാണ്. നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. പണത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ട. $1 മില്യൺ പോവുകയുള്ളൂ. ബാക്കി 48 ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് എന്നെല്ലാം മൈക്ക് പറയുകയാണ്. പക്ഷേ നമ്മുടെ കെയ്റ്റാകട്ടെ നിരസിക്കുകയാണ്. ഇപ്പോഴത് എനിക്ക് വേണ്ട. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ കെയ്റ്റ് പറയുകയാണ്, മൈക്ക്, നീയും വിഷമിച്ചിരിക്കുകയല്ലേ, നീ ഒരു ട്രീറ്റ് എടുക്ക്. മൈക്ക് പറയുന്നു, ഞാൻ കരുതിയില്ല നീ അങ്ങനെ പറയുമെന്ന്, കാരണം നിനക്കാണത് ആവശ്യം. അപ്പോൾ കെയ്റ്റ് പറയുകയാണ്, മൈക്ക്, നീ രണ്ടാമത്തെ ട്രീറ്റ് എടുത്തോ എന്ന്. അപ്പോൾ മൈക്ക് പറയുകയാണ്, എൻ്റെ രണ്ടാമത്തെ ട്രീറ്റ് എടുക്കാൻ ഇനി $2.5 മില്യൺ ആവശ്യം വരും. നിനക്ക് $1 മില്യൺ ആവശ്യമേ ഇല്ലേ ഉള്ളൂ എന്നു. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ട്രീറ്റ് വേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ, അതിന് കുഴപ്പമില്ല എന്ന്. ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ മൈക്കാകട്ടെ ട്രീറ്റ് എടുക്കാൻ തയ്യാറായി തൻ്റെ രണ്ടാമത്തെ ട്രീറ്റ് എടുക്കാൻ പോകുന്നു. അങ്ങനെ അവൻ രണ്ടാമത്തെ ട്രീറ്റ് എടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലൂടെ ഒരു ഫുൾ നഗ്നയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അവനാകെ ഷോക്കാകുന്നു. ഇതാണ് അവൻ്റെ ട്രീറ്റായി സമ്മാനം ലഭിച്ചത്. അവൾ ഒരു നായികയാണെന്ന് അവൾ പറയുന്നു. ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന മൈക്കിനെ കാണാം. എന്ത് സംഭവിച്ചതെന്ന് മൈക്കിന് പോലും മനസ്സിലായില്ല. അവൻ മുൻപിൽ എന്താണോ കാണുന്നതെന്ന് പോലും അവൻ ഞെട്ടിത്തരിച്ചു പോയി. ഈ സമയത്താണ് നമ്മുടെ നായികയായ കെയ്റ്റ് കടന്നു വരുന്നത്. ഹായ് കെയ്റ്റ്, ഇത് മറ്റേതാണെന്നൊക്കെ നമ്മുടെ നായകനായ മൈക്ക് കെയ്റ്റിനോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കെയ്റ്റിനോട് അവൾ പറയുകയാണ്, ഞാൻ സിമോണാണ്, ഹായ് കെയ്റ്റ് എന്ന്. അങ്ങനെ ഹായ് എന്ന് അവളും തിരിച്ചു പറയുന്നു. മൈക്ക് പറയുകയാണ്, ഞാൻ രണ്ടാമത്തെ ട്രീറ്റ് എടുത്തതായിരുന്നു, ഇവളാണ് വന്നത്, ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു ഇങ്ങനെ പെണ്ണാണ് വരിക എന്ന്. അപ്പോൾ കെയ്റ്റ് ചോദിക്കുകയാണ് അവളോട്, നീ അവരുടെ ആളാണല്ലേ എന്ന്. അപ്പോൾ അവൾ അന്തം വിട്ട് ചോദിക്കുന്നു, ആരുടെ, ഇതെന്താണ് പരിപാടി എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതൊരു 5 ഡേയ്സ് ചലഞ്ചാണ്, ഇവിടെ നിന്നാൽ $50 മില്യൺ ലഭിക്കും. അപ്പോൾ അവൾ ചോദിക്കുന്നു,
$50 മില്യൺ നിനക്കിതൊക്കെ അവർ പറഞ്ഞു തന്നിട്ടില്ലെന്ന് കേറ്റ് പറയുമ്പോൾ അവൾ പറയുന്നു, ഞാനൊരു നടിയാണ്, എൻ്റെ ഏജൻറ്റ് 2 ദിവസത്തെ ജോലിയായി എനിക്ക് നൽകിയതാണിത്. ഞാൻ കരാറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാറില്ലെന്ന് ഒപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ചലഞ്ചാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് നടിയായ സിമോൺസ് പറയുകയാണ്. ഇതെല്ലാം കേറ്റും മൈക്കും കേൾക്കുകയാണ്. കേറ്റ് ദേഷ്യം പിടിച്ച് ചോദിക്കുകയാണ്, നീ തുണിയൊന്നും എടുക്കാതെയാണോ വന്നത് എന്ന്. എന്നിട്ട് മൈക്കിനോട് പറയുന്നു, നിൻ്റെ ഷർട്ട് വേഗമെന്ന് അവൾ ഊരിക്കൊടുക്കുകയെന്ന്. അങ്ങനെ അത് കേട്ട് അപ്പോൾ തന്നെ മൈക്ക് അവൻ്റെ ഷർട്ട് വേഗം അവൾക്ക് ഊരിക്കൊടുക്കുന്നു. അവളോട് വർത്തമാനം പറഞ്ഞിരുന്ന മൈക്കിനെ കേറ്റ് അടുത്തേക്ക് വിളിക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇനി അവളൊക്കെ ഉണ്ടായതോടുകൂടി ഇനി എന്താണ് നിൻ്റെ പരിപാടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ പോകാമെന്ന്. അപ്പോൾ അവൾ പറയുന്നു, കേറ്റ് പറയുകയാണ്, ഇതിലെന്തൊക്കെയോ പ്രശ്നമുണ്ട്. അവൾ അവരുടെ ആളാണെങ്കിലോ അവൾ നടിയാണൊക്കെ എന്ന് നമ്മളോട് പറയുന്നു. പക്ഷേ അതൊന്നുമല്ലായിരിക്കാം സത്യം. അതിന് പിന്നിൽ എന്തൊക്കെയോ പന്തികേടുണ്ട്. അവൾ നമ്മളെ ചതിക്കാൻ വന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നു. എന്നാൽ മൈക്ക് ഇതൊന്നും അത്ര കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് തന്നെ രാത്രിയാകുന്നു. ലൈറ്റുകൾ അണയുന്നു. ഉറങ്ങാനുള്ള സമയം എത്തിയിരിക്കുന്നു. നടിയായി വന്ന സിമോൺസ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, രാത്രി DJ പരിപാടികളൊന്നുമില്ലേ എന്ന്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്സാഹമില്ലാതെ എന്നൊക്കെ പറയുന്നു. നടി പറയുന്നു, ഞാൻ താഴെ കിടന്നോളാം എന്ന്. അപ്പോൾ കേറ്റ് പറയുന്നു, അങ്ങനെ വേണ്ട, നമുക്ക് 3 പേർക്കും ബെഡിൽ തന്നെ ഉറങ്ങാമെന്ന്. അങ്ങനെ 3 പേരും രാത്രി കട്ടിലിൽ ഉറങ്ങുന്നു. രാവിലെ ആകുമ്പോൾ കേറ്റും മൈക്കും മാത്രം. നടിയാണെന്ന് പറഞ്ഞ സിമോൺസിനെ കാണുവാനില്ല. അവൾ ധരിച്ചിരുന്ന ഡ്രസ്സാണെങ്കിൽ ബെഡിൽ കിടക്കുന്നു. അങ്ങനെ നമ്മുടെ നായികയായ കേറ്റ് ആശ്വസിക്കുന്നു. സിമോൺസ് പോയി എന്ന് അവൾ മനസ്സിൽ പറയുന്നു. അങ്ങനെ ബാത്റൂമിലേക്ക് പോയപ്പോൾ അവിടെ സിമോൺസ് ഉണ്ട്. അവളുടെ മൂഡ് തന്നെ വീണ്ടും മാറുന്നു. അവൾ പോയി എന്നാണ് ആദ്യം കേറ്റ് വിചാരിച്ചത്. അവൾ അവിടെ തന്നെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ നമ്മുടെ കേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ബെഡിൽ ഇരുവരും തമാശ പറഞ്ഞ് തൊട്ടും പിടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. ഇതോടെ കേറ്റിന് ദേഷ്യം വരുന്നു. അവൾ ആകെ ദേഷ്യത്തോടു കൂടി തന്നെ സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച നമ്മുടെ കേറ്റ് ആവട്ടെ അവൾ മൈക്കിനോട് പറയുകയാണ്, ഞാൻ ട്രീറ്റ് എടുക്കാൻ പോവുകയാണ്, എനിക്കും വേണം ഒരു ട്രീറ്റ് എന്ന്. അങ്ങനെ പറഞ്ഞ് അവൾ ഉടനെ തന്നെ ട്രീറ്റ് എടുക്കാൻ പോകുന്നു. അവൾ ട്രീറ്റ് എടുക്കുന്നു. ട്രീറ്റ് ലഭിച്ചതാകട്ടെ ഇത്തവണ ലഹരി മരുന്നായിരുന്നു. അങ്ങനെ നമ്മുടെ കേറ്റ് അപ്പോൾ തന്നെ ആ മരുന്ന് കഴിക്കുന്നു. ഒന്ന് നമ്മുടെ സിമോൺസിനും കൈമാറുന്നു. നമ്മുടെ മൈക്കിനോട് പറയുന്നു, നീ കഴിക്കരുത്, ഞങ്ങൾ 2 പേരും മാത്രം കഴിച്ചോളാമെന്ന്. പക്ഷേ അവൻ ആ മരുന്ന് കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ തോന്നിയില്ല, അവനും കഴിക്കുന്നു. ആ ലഹരി 3 പേരുടെയും മൂഡ് തന്നെ മാറുന്നു. അവിടെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മൈക്കാകട്ടെ അവൻ്റെ അനിയനെ സ്വപ്നം കാണുന്നു. സ്വപ്നമല്ല, അവൻ്റെ മൈൻഡിൽ വരുന്നു. കാരണം അവൻ്റെ അനിയൻ വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചത്. അവൻ വീണ്ടും അവൻ്റെ അനിയനെ കാണുന്നു. അന്ന് അവന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് ലഹരിയുടെ ഹാങ് ഓവറിലായതുകൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും അതേ അവസ്ഥ തന്നെ അവന് തോന്നുന്നു. അവന് ലഹരിയുടെ ഇതിലായതുകൊണ്ട് ഇന്നും അവൻ്റെ അനിയനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് അവന് കുറ്റബോധം തോന്നുന്നു. അങ്ങനെ അവൻ അലറി വിളിക്കുന്നു. ഇത് കണ്ട് കേറ്റ് അവനോട് ഓടി വന്ന് പറയുന്നു, ഇത് നീ മരുന്ന് ഉപയോഗിച്ചിട്ടാണ്, നിൻ്റെ അനിയൻ സത്യത്തിൽ വന്നിട്ടൊന്നുമില്ല എന്ന്. പക്ഷെ അവൻ വിശ്വസിക്കുന്നില്ല. അവൻ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം, എനിക്കെൻ്റെ അനിയനെ രക്ഷിക്കണം, ഞാൻ അവനെ കണ്ടു എന്ന് പറഞ്ഞ് ബട്ടൺ അമർത്താൻ പോകുന്നു. നമ്മുടെ കേറ്റാകട്ടെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അവനെ ആശ്വസിച്ച് അവനെ ആ ബട്ടണിൻ്റെ അടുത്ത് നിന്നും വേഗം അങ്ങോട്ട് മാറ്റുന്നു. കാരണം ബട്ടൺ അമർത്തിയാൽ അവരുടെ പണമെല്ലാം പോകും, ഇത്രയും ദിവസം കാത്തിരുന്നത് വെറുതെയാകും. അങ്ങനെ അവനെ പറഞ്ഞ് ആശ്വസിച്ച് കേറ്റ് അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. മൈക്കിൻ്റെ അനിയൻ്റെ എല്ലാ അവസ്ഥ കേറ്റ് സിമോൺസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെയൊരു ദുരന്തമുണ്ടായതും അവനെ രക്ഷിക്കാൻ കഴിയാത്തതുമെല്ലാം. ഇതെല്ലാം കേട്ട് 2 പേരും നിരാശയോടെ നിൽക്കുന്നത് കാണാം. അങ്ങനെ അന്ന് ദിവസത്തെ രാത്രി നമ്മുടെ നായകനായ മൈക്ക് സിമോൺസിൻ്റെ കൂടെ രാത്രി വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ. അവർ പതിയെ മൂടുമാറി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് കേറ്റ് വരുന്നത്. നിങ്ങൾക്കിവിടെ എന്താണ് ഒറ്റയ്ക്ക് പണിയെന്ന് ചോദിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, ഞങ്ങൾ വെറുതെ ചുമ്മാ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേറ്റിന് തീരെ പറ്റിയില്ല. കേറ്റ് സിമോൺസിനെ ഒരുപാട് ചീത്ത പറയുന്നു. നിനക്ക് ഉളുപ്പില്ലടി, ഒരു കാമുകനുള്ള അല്ലെങ്കിൽ ഒരു കാമുകിയുള്ള കാമുകൻ്റെ കൂടെ ഇങ്ങനെ വർത്തമാനം പറയാൻ. അവന് കാമുകിയുണ്ട്, അവനെയാണോ നീ വശീകരിക്കാൻ ശ്രമിക്കുന്നതെല്ലാം പറഞ്ഞ് സിമോൺസും കേറ്റും തമ്മിൽ പ്രശ്നമാവുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ നായികയായ കേറ്റിന് ഏറെ ആശ്വാസമാകുന്നു.
കാരണം സിമോൺസ് അവിടെ നിന്ന് പോയി എന്ന സത്യാവസ്ഥ അവൾ തിരിച്ചറിയുന്നു. അവളുടേത് കഴിഞ്ഞു. ഇതുകൊണ്ട് തന്നെ അവൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പക്ഷേ ഇതിനിടെ മറ്റൊരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അവൾ ആ ചുമരിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഏറെ സങ്കടത്തോടെ മൈക്കിൾ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവൾ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ചുമരിൽ എഴുതി വെച്ചത് ഇരുവരും വായിക്കുന്നു. സിമോൺസ് എഴുതി വെച്ചതാണ്. എഴുതിയത് ഇങ്ങനെയായിരുന്നു: ആരും എന്നെ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സിമോൺസ് എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മൈക്കിന് ലഭിച്ച ലെറ്ററായിരുന്നു ചുമരിലുണ്ടായിരുന്നത്. ഇത് കണ്ട് അവൾ ദേഷ്യം പിടിച്ച് അവനോട് ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും രാത്രി എന്ത് പരിപാടിയാണ് നടത്തിയത്, എങ്ങനെയാണ് അവൾ നിന്നെ പ്രേമിച്ചത് എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അവൾ ദേഷ്യം പിടിക്കുകയാണ്. ഞാൻ അവളുടെ കൂടെ കിടന്നിട്ടില്ലെന്ന് നമ്മുടെ മൈക്ക് അവളോട് പറയുന്നു. പിന്നെ എങ്ങനെയാണ് അവൾ ഇങ്ങനെ എഴുതി വെക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കേറ്റ് അവനെ പിടിച്ച് ഉന്തുന്നു. അവൻ്റെ തല നേരെ ചുമരിലിടിച്ച് രക്തം വരുന്നു. തലയുടെ പിന്നിൽ ശക്തമായ മുറിവേറ്റിട്ടുണ്ട്. ഇത് കണ്ട് നമ്മുടെ കേറ്റും അമ്പരക്കുന്നു. സോറി മൈക്കിൾ, ഞാൻ അറിയാതെ ചെയ്തതാണ്, അങ്ങനെ പറ്റിപ്പോയി എന്നെല്ലാം പറയുന്നു. ഇത് കണ്ട് മൈക്കിൾ വരെ ഷോക്കാകുന്നു. നീ എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൈക്കിൾ അന്തം വിട്ട് നിൽക്കുന്നു. നീ എന്നെ കൊല്ലാൻ വരെ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട കെയ്റ്റ് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് ആ ദേഷ്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അവിടെയുള്ള ശീല വെച്ചുകൊണ്ട് അവൻ്റെ തലയിലെ രക്തം നിർത്താൻ അവൾ നോക്കുന്നു. അങ്ങനെ അവൾ പറയുന്നു, രക്തം ഇപ്പോൾ പോകുന്നത് നിന്നിട്ടുണ്ട്. അവൻ പറയുന്നു, എനിക്ക് ഡോക്ടറെ കാണണം. അപ്പോൾ അവൾ പറയുന്നു, ഡോക്ടറെ കാണാൻ പറ്റില്ല, പുറത്ത് പോയാൽ നമ്മുടെ പണം ലഭിക്കില്ലെന്ന്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഞാൻ ബോധം കിട്ടുപോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ മൈക്കിളാകട്ടെ അവിടെ നിന്ന് വേഗം ഇറങ്ങിക്കൊണ്ട് ബട്ടൺ അമർത്താൻ പോവുകയാണ്. ഞാൻ ഈ ഗെയിമിനില്ല എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. പരമാവധി നമ്മുടെ കേറ്റാകട്ടെ അവനെ പിടിച്ചു വെക്കുന്നു. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ആ പണം സമ്പാദിച്ചതിന് ശേഷം പോകാമെന്ന് പറയുന്നു. അവൻ ഒട്ടും കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവൻ നടന്നു നീങ്ങുമ്പോൾ നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് കേറ്റ് അവിടെ അവനെ തടയുന്നു. അവൾ വെടിയുതിർക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മൈക്കിൾ. കാരണം തൻ്റെ കാമുകിയാണ് തനിക്ക് നേരെ വെടിയുതിർക്കാൻ നിൽക്കുന്നത്. വീണ്ടും മൈക്ക് മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ അവൾ തോക്കുകൊണ്ട് മുകളിലോട്ട് വെടിയുതിർക്കുന്നു. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ മൈക്കിൾ ആ ബട്ടൺ അമർത്തി കളിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഇനി $50 മില്യൺ ലഭിക്കില്ല, ഇനി വിജയ്ക്ക് $10 മില്യൺ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇതും കണ്ട് തോക്ക് താഴെയിട്ട് നിരാശാജനകമായി കരയുന്ന നമ്മുടെ നായികയായ കേറ്റിനെ കാണാം. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ അവസാന നിമിഷം മത്സരം തോൽക്കുമെന്ന്. അങ്ങനെ അവൾ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് സിനിമയിൽ കാണിക്കുന്നു. അവൾ ഒറ്റക്ക് ഒരുപാട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ സിനിമയുടെ അവസാനത്തിൽ കാണിക്കുന്നത് മൈക്കും കേറ്റും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. എന്നിട്ട് മൈക്ക് കേറ്റിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. എന്നിട്ട് അവളോട് സംസാരിക്കുന്നു. ഒരുപാട് നാളായല്ലോ തന്നെ കണ്ടിട്ടെന്ന് പറയുന്നു. കേറ്റും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇതിനിടെ മൈക്കിൾ അവനോട് ചോദിക്കുന്നു, നിനക്ക് അവിടെ നിന്ന് പണം ലഭിച്ചോ എന്ന്. അപ്പോൾ കേറ്റ് മറ്റൊരു വിഷയമാണ് ചോദിക്കുന്നത്, നിൻ്റെ പെങ്ങൾക്കൊക്കെ സുഖമാണോ എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകുന്നു. ഇതോടെ സിനിമ അവസാനിക്കുന്നു. ഇതിൽ അവൾ വിജയിച്ചോ ഇല്ലയോ എന്നും സിനിമയിൽ കൃത്യമായി കാണിക്കുന്നില്ല.